December 2024 question paper 2024 scheme module 1 question number 2 question number 1 already discussed ആണ്. second question ആണിത്. module 1 second question നമുക്ക് നോക്കാം. A line PQ 80 mm long has one end 50 mm in front of VP and 15 mm above HP. The top view of the line measures 65 mm. The other end is 20 mm in front of VP and above HP. Draw the projection, measure front view, determine true inclinations and show its traces. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അത് ചെയ്യാനുള്ളത്. ഫസ്റ്റ് നമുക്ക് നോക്കി കാണാൻ പറ്റും. ലൈൻ പി ക്യു 80 mm ലോങ്, 80 mm തന്നിരിക്കുന്നത് ട്രൂ ലെന്ത് ആണ്. 80 mm ലോങ്, ഇറ്റ് ഈസ് 80 mm true length, has one end is 50 mm in front of VP and 15 mm above HV. Okay, that point is in first quadrant or that end is in first quadrant. Second condition, the top view of the line measures 65 mm. Top view എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ പറയുന്നത് എ ബി ആണ്, സ്മോൾ ലെറ്റർ എ ബി ആണ് റെപ്രസെൻറ്റേഷൻ. ജനറൽ കണ്ടീഷൻ ഇവിടെ ലൈൻ പി ക്യു എന്ന് പറഞ്ഞുകൊണ്ട് സ്മോൾ ലെറ്റർ പി ക്യു, small letter PQ, which is equal to top view, which is equal to 65 mm. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. The other end is 20 mm in front of VP and above HP. രണ്ടാമത്തെ എൻഡും 20 mm in ഫ്രണ്ടും above HP തന്നെയാണ്. സോ ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെയാണ് രണ്ട് പോയിന്റ്സും അല്ലെങ്കിൽ രണ്ട് എൻഡ്സും ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ തന്നെയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ഡ്രോയിങ്സ് തന്നെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണം. ദ അതർ എൻഡ് ഈസ് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എബോവ് എച്ച് പി എന്ന് പറയുന്ന ഡയമെൻഷനും 20 mm എന്നല്ല പറഞ്ഞിരിക്കുന്നത്. മിക്ക സ്റ്റുഡൻസും തെറ്റിക്കുന്ന ഒരു കേസാണ്. ഈ 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആൻഡ് എബോവ് എച്ച് പി എന്ന് പറയുമ്പോൾ രണ്ട് ഡിസ്റ്റൻസും 20 എടുക്കും. ഓക്കെ, അങ്ങനെ എടുക്കാൻ പറ്റില്ല. 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് ഡയമെൻഷൻ മാത്രമാണ്. എബോവ് എച്ച് പി ഡയമെൻഷൻ ഇവിടെ തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ജനറൽ കണ്ടീഷൻസ് ആർ ഓൾറെഡി എക്സ്പ്ലെയിൻഡ് ഇൻ പ്രീവിയസ് ക്ലാസ്. അപ്പോൾ നിങ്ങളുടെ ലാസ്റ്റ് സോൾവ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. അതിനകത്ത് ജനറൽ കണ്ടീഷൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നുകൂടെ ഇവിടെ പറയുവാണ്. ജസ്റ്റ് നോക്കുക. ഇതാണ് നമുക്ക് വരുന്ന ജനറൽ കേസ് എന്ന് പറയുന്നത്. ഒരു ലൈൻ ഇൻക്ലൈൻ ടു ബോത്ത് പ്ലെയിൻ, ജനറൽ കണ്ടീഷൻ. ഓക്കെ, അതാണ് ഫസ്റ്റ് നമുക്ക് അതിരിക്കുന്ന ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന പോയിന്റ് A' ആണ്. അതുപോലെ തന്നെ A' B1', അതുപോലെ തന്നെ AB2. ദീസ് ആർ ദ ട്രൂ ലെന്ത്. ലൈൻ്റെ ട്രൂ ലെന്തുകളാണ് A' B1'ഉം AB2 ട്രൂ ലെന്തുകൾ. അതുപോലെ തന്നെ A' B' ഫ്രണ്ട് വ്യൂ ആണ്. ഫ്രണ്ട് വ്യൂ എ ബി ഈസ് ദ ടോപ്പ് വ്യൂ. എ ബി എന്ന് പറയുന്നത് ടോപ്പ് വ്യൂ ആണ്. ഓക്കെ, അതുപോലെ തന്നെ രണ്ട് കണ്ടീഷൻസും കൂടെ അറിഞ്ഞിരിക്കണം. എ ബി ഈക്വൽ ടു AB1, A' B' ഈക്വൽ ടു A' B2'. എ ബി മീൻസ് ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂവിൻ്റെ ഈ ഒരു ലെന്ത് ഇറ്റ് ഇസ് ഈക്വൽ ടു AB1. എ ബി ഈക്വൽ ടു AB1. സെക്കൻഡ് വൺ A' B', ദ ഫ്രണ്ട് വ്യൂ A' B' ഇറ്റ് ഇസ് ഈക്വൽ ടു A' B2'. ഇതാണ് രണ്ട് കണ്ടീഷൻസ്. ഈ കണ്ടീഷൻസ് തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻ്റെയും സൈഡിൽ ഈ ഒരു ജനറൽ കണ്ടീഷൻ വരച്ച് വെച്ചിട്ട് ഇതിനകത്ത് മിസ്സിംഗ് ആയിട്ടുള്ള ഡാറ്റാസ് കണ്ടുപിടിക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇതാണ് ജനറൽ കണ്ടീഷൻ. ഇത് മൈൻഡിലുണ്ടാവണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് പോയിന്റ്സ് തന്നിട്ടുണ്ട്. വൺ എൻഡ് ഈസ് 50 mm in front of VP and 15 mm above HP. Okay, 50 mm അതുപോലെ തന്നെ 15 mm above HP ആണ്. ടോപ്പിലേക്ക് പോകും ഫസ്റ്റ് ക്വാഡ്രന്റിൽ. അപ്പോൾ ദിസ് പോയിന്റ് ഈസ് A', ദിസ് പോയിന്റ് ഈസ് A. ഓക്കെ, അപ്പോൾ രണ്ട് പോയിന്റ്സ് കിട്ടി. സെക്കൻഡ് കണ്ട് ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ദ ടോപ്പ് വ്യൂ ഓഫ് ദ ലൈൻ മെഷേഴ്സ് 65. ടോപ്പ് വ്യൂവിൻ്റെ നെയിം ഞാൻ പറഞ്ഞു, പി ക്യു. ടോപ്പ് വ്യൂ പി ക്യു ആണ്. ദാറ്റ് ടോപ്പ് ഈസ് ഈക്വൽ ടു 65 mm, വിച്ച് ഈസ് പി ക്യു ഈസ് ഈക്വൽ ടു 65 mm, വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു എ ബി ഈക്വൽ ടു AB1
ആണ്. അതുപോലെ തന്നെ പി ക്യു ഇസ് ഈക്വൽ ടു പി ക്യു 1. ഓക്കെ, ഈ രണ്ട് ഡയമെൻഷൻസും സെയിം ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, പി ക്യൂവിൻ്റെ ലെന്ത് 65 mm എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു കണ്ടീഷൻ കൂടെ തന്നിട്ടുണ്ട്. ദ അതർ എൻഡ് ഈസ് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന എൻഡ് 20 mm ഇൻ ഫ്രണ്ട് ആണ്. ഓക്കെ, നോർമൽ കണ്ടീഷൻ ഈ ഒരു ഡയറക്ഷനിലേക്കാണ് വരിക. ബട്ട് ഈ ഒരു കേസിൽ വരുന്നത് 20 mm ഇൻ ഫ്രണ്ട് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഓക്കെ, 20 mm എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമുക്കറിയില്ല. അപ്പം ഞാൻ ലാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ 20 mm ഒരു സൈഡിൽ മാർക്ക് ചെയ്യുന്നു. ദെൻ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഡ്രോ ചെയ്യുന്നു. ഡ്രോ ചെയ്ത് വയ്ക്കുന്നു. സോ നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ എന്ത് എത്രയെന്ന് അറിയാം, 65 mm. ഓക്കെ, ദിസ് ഡിസ്റ്റൻസ് ഈസ് 20 mm. ഫ്രണ്ട് വ്യൂവിൻ്റെ ലെന്ത് 65. അപ്പോൾ 65 mm ഇവിടുന്ന് കോമ്പസിലെടുത്ത് ഇതിലേക്ക് കട്ട് ചെയ്യുക. ഓക്കെ, അത് ഞാൻ സ്കെയിലെടുത്ത് വരയ്ക്കുന്നതേ ഉള്ളൂ. ഓക്കെ, 65 mm. This point is known as the front view. That is, ഞാൻ ഇവിടെ പി കൊടുക്കാം. നമുക്ക് പി ആണല്ലോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പി, ദിസ് പോയിന്റ് ഈസ് ക്യൂ. ഓക്കെ, പി ക്യൂ ടോപ്പ് വ്യൂ ഡയറക്റ്റായിട്ട് കിട്ടി. നമുക്കറിയാം ഇത് ലോക്കസ് ലൈനാണ്. ക്യൂവിൻ്റെ ലോക്കസ് ലൈനാണ്. ഈ ഒരു ലൈനിലേക്ക് തന്നെയാണ് ട്രൂ ലെന്തും കട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇത് ടോപ്പ് വ്യൂ അല്ലേ, ടോപ്പ് വ്യൂ ആണെങ്കിൽ ഇതിൻ്റെ ട്രൂ ലെന്തും കട്ട് ചെയ്യുന്നത് ഈ ഒരു ലൈനിലേക്ക് തന്നെയാണ്. സോ നമുക്ക് ഇതിൻ്റെ ട്രൂ ലെന്ത് ഈ ലൈനിലേക്ക് തന്നെ കട്ട് ചെയ്യാം. ട്രൂ ലെന്ത് 80 mm എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 80 mm. സോ 80 mm ഞാനിവിടെ എടുക്കുകയാണ്. 80 mm. ഓക്കെ, നമ്മൾ കോമ്പസ് കട്ട് ചെയ്യാം കേട്ടോ. 80 mm. ഓക്കെ, ദിസ് ഈസ് Q2. സെക്കൻഡ് അസംഷനാണ് Q2. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടി. ടോപ്പ് വ്യൂ, ഒരു ട്രൂ ലെന്ത് PQ2 കിട്ടി. ഓക്കെ, PQ2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് അസംഷൻ്റെ ടോപ്പ് വ്യൂ ആണ്. അതിൻ്റെ Q2' എന്ന് പറയുന്നത് Q2' ആണ്. സോ നമുക്ക് ഇവിടെ നിന്ന് നേരെ വരയ്ക്കാം. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ദിസ് പോയിന്റ് ഈസ് Q2'. അതുപോലെ തന്നെ PQ കിട്ടിയിട്ടുണ്ട്. PQ is equal to PQ1 ആണ്. PQ1 എന്ന് പറയുന്ന പോയിന്റ് പിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പറഞ്ഞാൽ നോക്കിക്കേ, ഈ ഡിസ്റ്റൻസ് 65 ആണെന്നറിയാം. ആ 65 mm തന്നെ ഇവിടെയും വരും. ഓക്കെ, വിച്ച് മീൻസ് ആർക്കെടുത്ത് കട്ട് ചെയ്യാം. ഓക്കെ, ദിസ് പോയിന്റ് ഈസ് ഇതാണ് PQ1. ഓക്കെ, ഇത് ഫസ്റ്റ് അസംഷൻ്റെ ടോപ്പ് വ്യൂ ലൈനാണ്. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പിൽ വരും. ഓക്കെ, PQ1 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ട്രാക്ക് ചെയ്തു. Q1 എന്ന് പറയുന്ന ലൈൻ ടോപ്പിലേക്ക് നേരെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും P'Q1' എന്ന് പറയുന്ന ടൂൾ എന്നുണ്ടാവുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ PQ1 നിന്ന് നേരെ ലൈൻ വെർട്ടിക്കലായിട്ട് എടുക്കും. ഓക്കെ, ട്രൂ ലെന്ത് എത്രയാണ് നമുക്കറിയാം, 80 mm അല്ലേ. 80 mm നമ്മൾ ഓൾറെഡി ഇവിടെ ഒരെണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് എടുക്കാം. ഓക്കെ, 80 mm എടുത്തു, ഇതിൽ കട്ട് ചെയ്തു. ഓക്കെ, ദിസ് ഡിസ്റ്റൻസ്, ദിസ് ഈസ് ദ one of the true length. This point is known as Q1'. Q1' എന്ന് പറയുന്ന പോയിന്റ് കിട്ടിയാൽ നമുക്കറിയാം ഇവിടെയാണ് ലോക്കസ് ലൈൻ വരേണ്ടത്. ലോക്കസ് ലൈൻ വരച്ചു. ലോക്കസ് ഓഫ് Q'. ഇത് ലോക്കസ് ഓഫ് Q. സോ ഇനി ഇതിലെങ്ങനെ Q' ഫൈൻഡ് ഔട്ട് ചെയ്യും? ഒന്നുമില്ല, ഇവിടെ Q എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ഓൾറെഡി ട്രേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ Qവിൽ നിന്ന് നേരെ
ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. ദിസ് പോയിന്റ് ഈസ് ക്യൂ ഡാഷ്. ഇവിടെ നിന്ന് എന്ത് ചെയ്താൽ മതി, ഇവിടെ നിന്ന് നേരെ ഈ പോയിന്റിലേക്ക് കണക്ട് ചെയ്താൽ മതി. സോ ദിസ് ഈസ് ദ ഫ്രണ്ട് വ്യൂ, ദിസ് ഈസ് ദ ട്രൂ ലെന്ത് 1, ദിസ് ഈസ് ദ ട്രൂ ലെന്ത് 2, ദിസ് ഈസ് ദ ടോപ്പ് വ്യൂ. ഓക്കെ, ഇത്രയും കണ്ടീഷൻസ് കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി ഇരുന്നിരിക്കുന്ന വാല്യൂസ് എത്രയുണ്ട്, ട്രൂ ലെന്ത് എത്രയാണെന്ന് മെഷർ ചെയ്ത് നോക്കുക. ട്രൂ ലെന്ത് നമുക്കറിയാം, ഫ്രണ്ട് വ്യൂവിൻ്റെ ലെന്ത് എത്രയാണ്, 73. ഓക്കെ, ഫ്രണ്ട് വ്യൂ 73, ടോപ്പ് വ്യൂ 65 അറിയാം. ട്രൂ ലെന്ത് 80 അല്ലേ, 80. ആംഗിൾസ് എല്ലാ ആംഗിൾസും വരയ്ക്കാം. 1, 3, 4. These are the 4 angles.